അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വീട്ടിൽ ബാർബിക്യൂ ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന മെയിൻ ഷെഫാണ് ചക്കോലയിൽ എന്താണ് ഫാരിസ. ഇത് നമ്മളെ ചക്കനാണ്. ഹലോ ഗൈസ്. അടിക്കടിക്കടിക്ക്. അപ്പൊ ഗൈസ് കനല് റെഡി ആയിട്ടുണ്ട്. കനലെന്ന് തന്നെ പറഞ്ഞ സ്നേഹിത. എനിയോ നമ്മള് ബാർബിക്കിന്റെ സ്പെഷ്യൽ മസാല കേട്ടാ. കൂട്ടെന്താന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും നല്ല എരിവുണ്ട്, അത്യാവശ്യം ടേസ്റ്റുള്ള സാധനമാണ്, വെറൈറ്റി ആണ്. ഗൈസ് അപ്പൊ നമ്മളെ കണ്ണില് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ ഫാരിസ? സെറ്റ് അല്ലേ? കണ്ണില് സെറ്റാണ്. അപ്പൊ നമ്മളിത് അടുത്ത പരിപാടി മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഓൾറെഡി മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോയാണ്. മസാല പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഇതിലില്ല. ഓക്കെ, എനിക്ക് തന്നെ സർപ്രൈസ് കിട്ടിയ പോലത്തെ ഒരു പരിപാടിയാണ്. കാരണം വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് മസാല തേച്ച് വെച്ച ചിക്കനൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഏതായാലും വീഡിയോ എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കണതാണ്, അല്ലാണ്ട് ഇത് ടോട്ടലി പ്രിപ്പറേഷനൊന്നും ഇല്ല ഉള്ള ഗൈസ്. അപ്പോൾ നമ്മൾ മസാല ഇതാ, അതുപോലെ തന്നെ മസാല തേച്ച് വെച്ചാൽ നമ്മൾ ചിക്കൻ ഇതാ. അപ്പോൾ നമ്മൾ ബാർബിക്യൂ മേക്ക് ചെയ്യണ ബോസാണ് കേട്ടോ ഫാരിസ്. പിന്നെ ആരടാ ഫാരിസ്? പിന്നെ ആരടാ ഫാരിസ്? ഓ കുലീനത കുലീനത മൊത്തം നമുക്ക് തരണ്ടേ, നമ്മ ചൂടില് മാത്രമല്ല. അപ്പൊ നമുക്ക് മേക്ക് ചെയ്യണ വീഡിയോ ഒക്കെ നടക്കട്ടാ. നാളെ വെച്ചാ പപ്പട പോലും എടുത്തോ. ഒറ്റടിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രശ്നം എന്താ വെച്ചാല് വേവെല്ലോടത്തേക്ക് എത്തൂല, അതാണ്. അപ്പൊ 3-4 പീസ് വെച്ചാൽ മതി എന്റെ ഒരു. ഇത് കറക്റ്റ്, ഞാൻ ഇനി ഇതിൽ കയറ്റി വെക്കുള്ളൂ. അങ്ങനെ ചിക്കൻ വില കുറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഉപകാരം ഉണ്ടായി, ഇങ്ങനെ വീഡിയോ കിട്ടിട്ട. ചിക്കൻക്ക് ഇപ്പൊ എത്ര റേറ്റ്? 82. 82 സിഫിറ ലോക്കലാക്കല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണോ നമ്മള്? അല്ലെങ്കിൽ ഞങ്ങൾ 10 കിലോ വാങ്ങിച്ചായിരുന്നു. കായ് കൂടുമ്പോൾ ആരം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിതാ കനലിന്റെ മേലെ വെച്ചിട്ടുണ്ട്. വേവട്ടെ വേവട്ടെ. മസാല ഇട്ട് മസാല ഇട്ടിക്കോ. തിരിച്ചിട ഫിറ. 1 ടൈം തിരിച്ചിട്ടിക്കണത്. ഫിറോസ്ക്ക് പറയാൻ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ടേസ്റ്റ് ഉണ്ടാവോ പരിച്ചേ? ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. നിന്റെ മസാല അല്ലേ? നിന്റെ മസാല അല്ലേ ഇത്? ഇത് പിന്നെ യൂട്യൂബ് നോക്കില്ല, ഇത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. പക്ഷെ അവര് എടാ അത് കരി, ഇത് ഞാൻ കരിയില്ലടാ. ഇല്ല ഷുഗർ അല്ല, കരിയ മീൻ ഇത് പുക എന്താ പറയാ, നല്ല ഇതാവൂലേ? അതിന് 2 ട്രിപ്പ് അടിക്കാനുള്ളൂ. ഈ മസാല ഇതൊക്കെ വരച്ചേ. ഇതിനുണ്ട് ചതക്കുപ്പോ. അടുത്ത് കുത്തുന്ന പരിപാടി സഫീറിന്റെ. സഫീർ കുത്തറ. കുത്തി കൂടെ കണ്ടിട്ട് പിടിച്ചു കുത്തിട്ടാ, അല്ലെങ്കിൽ ഒന്ന് കയറ്റിക്കട, ഒരു തരി കയറ്റിക്കട. നന്നായി കുത്തു മക്കളെ, നന്നായി കുത്ത്.
ഒന്നും കാണരുത്, എല്ലാം പുകട്ട് മൂറണമെന്നറിയില്ല സലീംകുമാർ. ഒറ്റ സ്റ്റെപ്പ് പുറത്ത് ആൾക്കാർ കാണരുത്. അതേപോലെ പാരിസ് ചെയ്യണതൊന്നും കാണുന്നില്ല പുക കാരണം. പഴയ വീട്ടിണ്ടാക്കിണ്ട്. ഷെഫ് കരഞ്ഞിണ്ടാ? ഷെഫിന്റെ കണ്ണീന്ന് വെള്ളം തന്നെ. ഷെഫ് ഇത് സീരിയൽ കണ്ട പോലെ അയക്കണ്. നന്നായി കുത്തേഫീറ ഇതെല്ലാം ചെയ്യേ. ഷെഫീർ അതെ ഫുള്ള് സനാസി പോയിട്ട് കൊണ്ടുക. തിരിച്ചിറ പരിച്ച തിരിച്ചിട്ട് പറമ്പില്ലാത്തൊന്നും ആരും പറയില്ലേ. എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പറമ്പില്ലാത്തൊക്കെ കേൾക്കൂട്ടോ. നിങ്ങളെന്താ മറ്റേ നൗഫലിന്റെ അമ്മേ? നൗഫലിന്റെ അമ്മ. ഇത് ഞാൻ കൊറേ നേരം ഇങ്ങോട്ട് ഞാൻ പറയണത് തിക്കെങ്കിലാണ് അടിയത്തെ ഇതൊക്കെ കൊണ്ട് ക്ലിയർ ആവുള്ളൂ. ചെയ്യാനും പറ്റും, ആരാ ചെയ്യാനും പറ്റും. ഇന്ന് മുൻഷിയ വെറും ഇത് മാത്രം പറയണേ. ബിഡലി ഒരു മണിക്കൂർ ഗായ്സ്, വെരി ബിഡൽ ബൈ. ഇപ്പൊ നമ്മള് ലാസ്റ്റ് റൗണ്ടിലാട്ടോ. ഇതും കൂടെ സെറ്റായി കഴിഞ്ഞാൽ അടുത്തതായി കഴിക്കുന്നത് കാണാം. ഇത് ബാർബിക്യൂ കബാബിന്റെ പോലത്തെ കഷ്ണങ്ങളായുള്ള പരിസേ. അത് ടേസ്റ്റ് ഉണ്ടാവും. ഇതല്ല ഇറച്ചിയും ഇത് പിടിക്കുള്ളൂ, മസാല പിടിക്കുന്നതുമല്ല കൂടുതൽ ചെയ്യും. മസാല കൂടെ നന്നായി പിടിക്കുമല്ലോ ഇതുമേ. ഇതാണ് ബെറ്റർ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോ ഇതാണ് ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ. ബട്ടറും കൂടി സെറ്റായത്. അതൊക്കെ ലാസ്റ്റ് മിഡ് നൈറ്റിൽ അതൊക്കെ സെറ്റ് ആയത്. കണിയറെ എന്താ ഇവിടെ സമയം നോക്കാൻ വന്നതാണെന്നില്ലേ? എല്ലാരും കിടന്ന് ഇറങ്ങി. പരിസരത്തൊന്നേ ഒരു വീട്ടില് എല്ലാരും കിടന്ന് ഇറങ്ങണം. അവിടെ കണ്ടില്ലേ, നമ്മൾ മാത്രം. ഓ എന്റെ ബൈക്ക് ഇരിക്കണണ്ട. കുത്ത് കുത്ത് കുത്ത്. അൽഫാമ് വെന്തിട്ടേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കബാബും അല്ല ഗൈസ്. ചെറിയ പീസായിട്ടാ. ആട് കഴിക്കണ പോലെ കഴിക്കണം അല്ലേ? മട്ടൻ പോലെ ആവണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാല് ഐ മീൻ ആ സോഫ്റ്റ്നെസ് ഉദ്ദേശിച്ചല്ലാണ്ട് ചിക്കൻ മട്ടൻ ആവുന്നല്ല പറഞ്ഞു ഞാൻ. അത് എല്ലിങ്ങനെ എടുത്താൽ എല്ലുമത്തെ ഇറച്ചി ഇങ്ങനെ വീഴണം. അടുത്തതായി വിങ്സ് അല്ലേ? മസാല തേച്ചോണ്ടിരുന്നോ? അത് കഴിഞ്ഞാൽ കണത്തിലടിച്ചോ? ലേശം എടുത്ത ചേട്ടാ, എനിക്ക് പൊറോട്ടയൊക്കെ അടിക്കാനാണ്. ചൂടാക്കാൻ എടുത്തടിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വരച്ച എടുത്തടിക്കുമ്പോഴുള്ള പ്രശ്നം മൊത്തം അത് ഇതാവും. പക്ഷെ ഇത് ഫ്ലാഷ് ഉള്ള കാരണം അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് അല്ലേ? ലഗ് നോക്കിയ ഗൈസ്, ലഗാണ്. ഇങ്ങനെ പൊളിഞ്ഞിരിക്കണം. മസാല
പക്ഷേ ഇതേപോലെ നമുക്ക് അടുത്ത ഞായറാഴ്ച കേട്ടാ, അടുത്ത ശനിയാഴ്ച രാത്രി. ഓക്കെ, സെറ്റ് ആക്കണം. ഇറക്ക് വരിച്ചേ കത്തിയൊക്കെ എടുത്ത് വന്നിട്ട്, അല്ലെങ്കിലേ കോഴി എന്തോ പോലെ അയക്കുന്നു. അയക്കൂടെ അതിനടുത്ത് കൊല്ലാണ്. ഇതിനാണ് ശവത്തെ കുത്താന്ന് പറയണേ അല്ലേ? മറ്റേ മറിച്ചിട്ടോ മറിച്ചിട്ടല്ലേ സ്ത്രീ പണ്ടത്തെ സ്ത്രീ പെട്ടി അങ്ങനെയാണ്. ആ കഷ്ണൊക്കെ അത്ര പോണ്. ദാനം ചെയ്യുന്ന നമുക്ക് ദാനം ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല, അത് ആർക്കും ഉപകാരപ്പെടുന്നോണ്ട് കുഴപ്പമില്ല. ഇതേതാ തീ കരലിലേക്കാണ് പോണത്. എന്തിനും പറഞ്ഞു തന്നോ? അതൊക്കെ കരഞ്ഞിട്ട് വിഷമിച്ചിട്ട് മുഖം കഴിഞ്ഞിട്ട് പറയാ. തോണ്ടിക്കോ അവിടെ എങ്ങനെയുണ്ട്? അൽഫാമിന്റെ അപ്പൊ നമ്മളെ ബാർബിക്ക് സെറ്റ് ആയിട്ടുണ്ടാ. ഏതാ സാബിർ കാക്ക ഏതാ? ഇപ്പോഴല്ല, ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ബാക്കി പറയാം. ഓക്കെ, അപ്പൊ ഗൈസ് അൽഫാം നല്ല ടേസ്റ്റ് കേട്ടാ. കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് റിവ്യൂ പറയാൻ വേണ്ടിട്ട് വരിച്ച നല്ല ടേസ്റ്റ് കേട്ടാ. താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.